17 വേൾഡ് ട്രോമ ഡേ, ലോക ട്രോമ ദിനമാണ്. നമുക്കറിയാം പലതരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. റോഡ് അപകടങ്ങൾ, തീപ്പൊള്ളലേറ്റുള്ള പരിക്കുകൾ, പ്രകൃതി ദുരന്തങ്ങളിലൂടെയുള്ള പരിക്കുകൾ. ഈ അവസ്ഥയിലെല്ലാം ട്രോമ കെയർ എങ്ങനെ, അതിനെക്കുറിച്ചാണ് ഈ സ്പെഷ്യൽ എപ്പിസോഡ് വ്യക്തമാക്കുന്നത്. ഒരു ട്രോമ സിറ്റുവേഷനിൽ ആദ്യം എത്തുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ പറഞ്ഞു തന്നെ തുടങ്ങാം. കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് HOD ഡോക്ടർ വിനീത് ചന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം സർ. സർ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ട്രോമ അല്ലെങ്കിൽ ട്രോമ ഡേ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ആദ്യം പറയേണ്ടതും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, എന്താണ് അതിൻ്റെ റോൾ? ഈ ചോദ്യം ചോദിച്ചാൽ വളരെ സന്തോഷമുണ്ട്. കാരണം പലർക്കും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എമർജൻസി മെഡിസിൻ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആശുപത്രിയുടെ ഫേസാണ്. എല്ലാ തരം അത്യാഹിതം വരുന്ന രോഗികളും ആദ്യം എത്തുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ആക്സിഡൻ്റ് ആയിരിക്കാം, മെഡിക്കൽ കേസ് ആയിരിക്കാം, എന്ത് തരം അത്യാഹിതമാണെങ്കിലും ആദ്യം ട്രീറ്റ് ചെയ്യുന്നതും ആദ്യം എത്തുന്നതും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ എമർജൻസികളിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത എമർജൻസി ഫിസിഷ്യൻസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ അവർ ഈ എമർജൻസികൾ മാത്രമാണ് കണ്ടിരിക്കുന്നത്, എമർജൻസി മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. എമർജൻസി ഫിസിഷ്യൻ മാത്രമല്ല, അതൊരു കോർഡിനേഷൻ കൂടിയാണ്. നമ്മൾ ബാക്കി ഹോസ്പിറ്റൽ, ബാക്കി ഡിപ്പാർട്ട്മെൻറ്റും കൂടിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് രോഗിക്ക് തുടർ ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ കാര്യങ്ങൾ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് തുടർ ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കെയറാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ. ജനിച്ച കുട്ടി തൊട്ട് പ്രായമായിട്ടുള്ള ആൾ വരെ എല്ലാത്തരം എമർജൻസീസും നമ്മളാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവേ ട്രോമ കെയർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ്. ഈ ട്രോമ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാം. ഒക്ടോബർ 17 ലോക ട്രോമ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ വേൾഡ് ട്രോമ ഡേയിൽ ഉദ്ദേശിക്കുന്നത് റോഡ് അപകടങ്ങൾ മാത്രമല്ല, അതല്ലാതെ വർക്ക് പ്ലേസിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ്, അതല്ലാതെ എന്തെങ്കിലും വലിയ അപകടങ്ങൾ, ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ്, ഇതെല്ലാം ലോക ട്രോമ ദിനത്തിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ റോഡ് അപകടങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിൻ്റെ പ്രാധാന്യത്തിന് കാരണം ഇപ്പോൾ നാഷണൽ ബ്യൂറോൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ കൊല്ലം 2 ലക്ഷത്തിലോളം ആൾക്കാരാണ് റോഡ് അപകടങ്ങൾ മൂലം മരിച്ചത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ലോ മിഡിൽ ഇൻകം കൺട്രീസാണ് ലോകത്തെ 95% റോഡ് ആക്സിഡൻറ്റുകളിലും ഉണ്ടാവുന്നത് നമ്മളെ പോലെ രാജ്യങ്ങളാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളെക്കുറിച്ചൊരു അവയർനെസ് നൽകുക, അത്തരം സംഭവങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ലോക ട്രോമാ ദിനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ലോക ട്രോമാ ദിനത്തിൻ്റെ തീമായിട്ട് വെച്ചിരിക്കുന്നത് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഫോർ ട്രോമ കെയർ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ജനറൽ പബ്ലിക്കിന് വലിയ റോളുണ്ട് അല്ലേ ഈ ട്രോമ ഡേയുടെ സന്ദേശം തന്നെ പറയുമ്പോൾ. കാരണം ജനറൽ പബ്ലിക്കാണ് ഏറ്റവും ആദ്യം ആ ഒരു ആക്സിഡൻറ്റ് സ്പേസിൽ എത്തുന്നത്. ആ സ്റ്റേജിൽ എന്തെല്ലാം അവർ ചെയ്യേണ്ടത്? കുറേ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടൊരു പ്രീ ഹോസ്പിറ്റൽ സിസ്റ്റം ഉണ്ട്. അതായത് അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു പ്രീ ഹോസ്പിറ്റൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വിത്ത് ആംബുലൻസ് അവിടെ എത്തുകയും അവർക്ക് ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ അവിടുന്ന് തന്നെ നടന്ന സ്ഥലത്ത് തന്നെ ചെയ്യുകയും എന്നിട്ട് ആംബുലൻസിൽ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ആ ഒരു സിസ്റ്റം അത്ര സ്ട്രോങ് അല്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കില്ല. അപ്പോൾ ജനറൽ ടെൻഡൻസി എന്തൊരു അപകടം നടന്നാലും ഭാര്യയെടുത്ത് അടുത്ത വണ്ടിയിൽ കയറ്റി പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ആ ഒരു സതുദ്ദേശത്തോടെ ചെയ്യുന്ന പലതും ചിലപ്പോൾ രോഗിക്ക് ദോഷമായിട്ട് ഭവിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു പബ്ലിക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇനീഷ്യൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കൊണ്ട് ദോഷമുണ്ടാവാൻ സാധിക്കും എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ആസ്റ്റർ മിംസ് എമർജൻസി മെഡിസിൻ വിഭാഗവും ഹോൾ ആസ്റ്റർ ഗ്രൂപ്പിൻ്റെ വിഭാഗവും ചേർന്ന് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഒരു റോഡ് ഷോ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിലും മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ പോയി, അത് സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ പബ്ലിക് സ്പേസിൽ പോയി അവർക്ക് ഇനീഷ്യൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അറിവ് നൽകുകയും ഡെമോൺസ്ട്രേഷൻ നൽകുകയും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കഴുത്തിൻ്റെ എല്ലുകൾക്ക് ക്ഷതം സംഭവിക്കുക വളരെ കോമൺ ആണ്. പലപ്പോഴും അപകടം നടന്ന് കഴുത്തിന് ക്ഷതം സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അശാസ്ത്രീയമായിട്ട് രോഗിയെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് പലപ്പോഴും കഴുത്തിന് ക്ഷതം സംഭവിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ശരിയായിട്ട് രോഗിയെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം,
ഹെൽമറ്റ് എങ്ങനെ ശരിയായ രീതിയിൽ കഴുത്തനക്കാത്ത രീതിയിൽ എങ്ങനെ റിമൂവ് ചെയ്യണം, അതേപോലെ ഒടിവുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ അതിപ്പോൾ റോഡ് അപകടം ആയിക്കൊള്ളുന്നില്ല, അപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഒക്കെ ഏതെങ്കിലും രീതിയിൽ വീണ് ഒടിവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കൃത്യമായിട്ട് സ്പ്ലിൻറ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ആക്റ്റീവായിട്ട് ബ്ലീഡിങ് സംഭവിക്കുന്നുണ്ട്, രക്തസ്രാവം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തടയണം, എന്താണ് ഇനീഷ്യൽ ചെയ്യേണ്ടത്. നമ്മൾ റോഡ് ഷോയിൽ പോകുമ്പോൾ തന്നെ പലരും പറയുന്നത് പേസ്റ്റ് തേക്കുക, മഞ്ഞൾ തേക്കുക എന്നൊക്കെയാണ്. അതൊന്നും ചെയ്യരുത്, എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും. അതേപോലെ ഏതെങ്കിലും രീതിയിൽ അംഗവിച്ഛേദം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ആംപ്യൂട്ടേഷൻ, ഇപ്പോൾ വീട്ടിലാണെച്ചാലും മിക്സി പ്രവർത്തിക്കുമ്പോൾ കൈയടയപ്പെട്ട് ആംപ്യൂട്ടേഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ റോഡ് അപകടങ്ങളുടെ ഭാഗമായിട്ട് ആംപ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ആ ആംപ്യൂട്ടേഷൻ സംഭവിച്ച ആ ഭാഗം, അംഗവിച്ഛേദം വന്ന ആ ഭാഗം ശരിയായ രീതിയിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ആക്ട് ചെയ്യണത് ആ സമയത്ത്? അപ്പോൾ നമ്മൾ അപകടം നടന്നൊരു രോഗി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ പ്രാധാന്യം നൽകുന്ന ചില കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് രോഗിക്ക് മരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുക. അപ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ കുറച്ച് സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളതിനെ പ്ലാറ്റിനം മിനിറ്റ്സ് എന്നും ഗോൾഡൻ അവർ എന്നൊക്കെ പറയും. അപകടം നടന്ന സമയത്ത് തന്നെ രോഗി മരിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇൻ്റർവീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും. അത് കഴിഞ്ഞ് അപകടം നടന്ന സമയത്ത് ജീവനുള്ള രോഗി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ കുറച്ച് സമയത്ത് നമുക്ക് ആ രോഗിയെ രക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ പ്രാധാന്യമനുസരിച്ച് രോഗിയെ പെട്ടെന്ന് കൊല്ലാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഇനീഷ്യൽ അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ വേണ്ട സ്റ്റെബിലൈസേഷൻ ചെയ്ത് അത് കഴിഞ്ഞ് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂടി ഉൾക്കൊള്ളിച്ച്, ഇപ്പോൾ സ്കാൻ വേണമെങ്കിൽ സ്കാൻ ചെയ്ത്, അതല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലാണ് കയറ്റുണ്ടെങ്കിൽ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലാണ് കയറ്റുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയാം, അത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണത് കൈകാര്യം ചെയ്യുന്നത്. ആ പേഷ്യൻ്റ് ICUലോ അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണോ ഡെസ്റ്റിനേഷൻ അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്യുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഇനീഷ്യൽ ടൈമിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. എനിവേ താങ്ക് യു സർ. ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോൾ എന്തെന്ന് പബ്ലിക്കിന് നന്നായി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഏതൊരു ആക്സിഡൻറ്റ് പ്ലേസിൽ നിന്നും ശാസ്ത്രീയമായി ഷിഫ്റ്റ് ചെയ്യുക എന്നതാണ് പ്രധാനം. ട്രോമ കെയറിൽ ജനറൽ സർജറിയുടെ റോൾ എന്ത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് HOD ഡോക്ടർ റോജൻ കുരുവിള നമ്മോടൊപ്പമുണ്ട്. വെൽക്കം സർ. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റോളുകളെക്കുറിച്ച് നമുക്കറിയാം. ഈ ട്രോമ കെയറിൽ ജനറൽ സർജറിയുടെ റോൾ എന്താണ്? പൊതുവേ ഒരു ട്രോമ ഉള്ള കേസ് കാഷ്വാലിറ്റിയിൽ വന്നാൽ അതിൽ ഫസ്റ്റ് റെസ്പോണ്ടറിൽ പെടുന്നതാണ്. ആദ്യമായിട്ട് വന്ന് കാണേണ്ട ആളാണ് ജനറൽ സർജൻ. ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള പല കണ്ടീഷനുകൾ ജനറൽ സർജനാണ് അത് മനസ്സിലാക്കുക. അതിലൊന്നെന്ന് പറഞ്ഞാൽ ചെസ്റ്റിൽ വരുന്ന ഇഞ്ചറിയാണ്. ചെസ്റ്റിൽ എന്തെങ്കിലും ഇഞ്ചറി വന്ന് ചെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ബ്ലീഡിങ്, അല്ലെങ്കിൽ ലങ്സ് പൊട്ടിയിട്ട് എയർ വന്നിട്ട് ന്യൂമോതോറാക്സ്, എയർ വരുമ്പോൾ ന്യൂമോതോറാക്സ്, ബ്ലീഡിങ് വരുമ്പോൾ ഹീമോതോറാക്സ്, ഇത് രണ്ടും ജീവന് പെട്ടെന്ന് തന്നെ അപകടം സംഭവിക്കാൻ പറ്റുന്ന ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസാണ്. അപ്പോൾ അത് നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ജനറൽ സർജൻ്റെ റോളാണ്. അത് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഉടനെ നമുക്ക് മനസ്സിലാക്കുക, അതിനുള്ള ചികിത്സ ഉടനെ ചെയ്താൽ ആ പേഷ്യൻറ്റിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഇതേ തന്നെ ഇപ്പോൾ ചെസ്റ്റിൽ ബ്ലീഡിങ് വന്നിട്ട് ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ സമയതാമസമില്ലാതെ തിയേറ്ററിലേക്ക് എത്തിക്കണം. ആ ഒരു തീരുമാനം എടുക്കുന്നതും ജനറൽ സർജനാണ്. അതുപോലെ തന്നെ പേഷ്യൻ്റ് വളരെ BP ലോ ആയിട്ട് വരിക, ബ്ലീഡിങ് എവിടെയുണ്ടെന്ന് നമുക്കറിയാം, പുറത്തൊന്നും മുറിവില്ല, അങ്ങനെയുള്ളവർക്ക് ഒന്നിക്കൽ ചെസ്റ്റിലേക്കാണ് അല്ലെങ്കിൽ വയറ്റിലേക്കാണ്, അബ്ഡമനിലേക്കാണ്. അപ്പോൾ ഉള്ളിൽ വയറിൻ്റെ ആന്തരിക അവയവങ്ങൾ, സ്പ്ലീന്, ലിവർ, ഇങ്ങനെ ഏതെങ്കിലും ക്ഷതം പറ്റി അവിടെ നിന്നുള്ള ബ്ലീഡിങ് ആയിരിക്കാനാണ് സാധ്യത. അതും പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാം. പുറത്ത് എവിടെയും ബ്ലീഡിങ്ങിൻ്റെ മുറിവുകളൊന്നും ഇല്ലെങ്കിൽ അത് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ്. അത് അൾട്രാസൗണ്ട് വെച്ച് നോക്കിയാൽ ഉടനെ മനസ്സിലാവും അത് വയറാണോ ചെസ്റ്റാണോ. ഇതും ജനറൽ സർജനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വയറ്റിലേക്ക് ബ്ലീഡിങ് വന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് തുടർന്നുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞ പോലെ അവരെ തള്ളി തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം വേണം. നമ്മൾ അധികം സമയം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ നമുക്ക് നഷ്ടപ്പെടും. മൂന്നാമതൊരു പ്രശ്നം വരുന്നത് ഈ ഹിപ്പ് ബോൺ, പെൽവിക് ബോൺ, അതിന് ഭയങ്കരമായിട്ട് ഫ്രാക്ചർ വന്ന് ചതഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി ഒരാളുടെ മേത്ത് കൂടെ ഓടിക്കേറി പോയ ഒരു കണ്ടീഷനാണെങ്കിൽ ആ പേഷ്യൻറ്റിന് 4-5 ലിറ്റർ ബ്ലഡ്
പോകാം ഈ പെൽവിക് ഫ്രാക്ചർ കൊണ്ട് മാത്രം. അപ്പോൾ അതും അങ്ങനെ ഒരു ഹിസ്റ്ററി ഓഫ് ഇഞ്ചറി നമ്മൾ ചോദിക്കുമ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് മിക്കവാറും ഈ ഫ്രാക്ചർ പെൽവിസ് ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കണം. അങ്ങനെയുള്ള പേഷ്യൻ്റ് ഇത്രയും ബ്ലീഡിങ് ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ ബ്ലാഡർ ഇഞ്ചറി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാമെന്നുള്ള ഒരു ജനറൽ സർജൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് പേഷ്യൻറ്റിനെ ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് പറയാനും പറ്റും. അപ്പോൾ ലൈഫ് സേവിങ് ആയിട്ടുള്ള പല കണ്ടീഷനും നമ്മൾ കാണുന്നുണ്ട്. ഇതിലെല്ലാം ഇപ്പോൾ വയറിലെ ബ്ലീഡിങ് ചെറിയ അളവിലാണെങ്കിൽ നമുക്കത് തിയേറ്ററിൽ കൊണ്ടുപോകാതെ തന്നെ നമുക്കിങ്ങനെ ബ്ലീഡിങ് ഉണ്ട് അത് ഒബ്സർവ് ചെയ്യാം. ആ പേഷ്യൻറ്റിനെ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബ്ലീഡിങ് കുറയുന്നുണ്ടോ എന്ന് നോക്കാം. കുറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെയാണ് ചെസ്റ്റ് ഇഞ്ചറി ഞാൻ പറഞ്ഞത്. ചെസ്റ്റിൽ ഒരു ചെറിയ തോതിലെ ബ്ലഡ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിലേക്ക് ഒരു ട്യൂബ് ഇട്ട് ആ ബ്ലഡ് പുറത്തേക്ക് എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ആ ട്യൂബിൽ കൂടെ വീണ്ടും വരുന്നില്ലെങ്കിൽ ചികിത്സ അവിടെ തീർന്നു. അതുപോലെ എയർ വന്നാലും ന്യൂമോതോറാക്സ് വന്നാലും അങ്ങനെ തന്നെ ചെസ്റ്റിലേക്ക് ഒരു ട്യൂബ് ഇട്ട് ആ എയർ പുറത്തെടുത്തു പേഷ്യൻ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയാണ് ജനറൽ സർജൻ എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ജനറൽ സർജൻ. ഒരു ജനറൽ സർജൻ ഇല്ലാത്തൊരു ട്രോമ ടീം ഇല്ല. എനിവേ, താങ്ക് യു. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു റോളുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ ഒരു അപകടത്തിൽ തലയ്ക്കോ നട്ടെല്ലിനോ എല്ലാം പരിക്ക് പറ്റാം. ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ നൗഫൽ ബഷീർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം സർ. സർ, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് തലയ്ക്ക് ഭയങ്കര ക്ഷതമേറ്റു, അല്ലെങ്കിൽ ഹെൽമെറ്റ് തെറിച്ചു പോയി, അങ്ങനെയുള്ള പല കേസുകളും ഉണ്ടാവും. എങ്ങനെയാണ് ആ റോള് കൈകാര്യം ചെയ്യുന്നത് ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ്? തലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തലച്ചോറ് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നൊരു ഭാഗമാണ്. തലച്ചോറിലെ ഒരു കോശം നശിച്ചു പോയാൽ അത് വീണ്ടും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ലിവറാണെങ്കിലും സ്കിന്നാണെങ്കിലും എല്ലാണെങ്കിലും ഒക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. പക്ഷേ തലച്ചോറിലൊരു ഭാഗം പോയാൽ അത് പോയി, അത് ജീവിതകാലം മുഴുവൻ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഹെൽമെറ്റിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മളൊരു ഫോൺ വാങ്ങിയാൽ ആദ്യം എന്താ ചെയ്യുക? അതിനൊരു കവർ വാങ്ങും, അതിനൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ വാങ്ങും. ഒരു 25,000 രൂപയുടെ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് അത് വാങ്ങുക എന്നുള്ളൊരു ശീലം നമുക്കുണ്ടെങ്കിൽ ഇത്രയും വാല്യൂ ഉള്ള നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് വേണ്ട തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് ഒരു ഹെൽമെറ്റ് തയ്യാറാകുന്നില്ല? നമ്മൾ ആകെ ഹെൽമെറ്റ് വെക്കുന്നത് എന്താ? അവിടെ പോലീസ് ഉണ്ട്, അത് പോലീസിനെ പറ്റിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു തല പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം നമ്മളിത് ദിവസം കാണുന്നതാണ്. നമ്മുടെ ICUവിലൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വന്ന് അബോധാവസ്ഥയിൽ കിടന്ന് അവരുടെ ജീവിതവും അവരുടെ ഫാമിലിയുടെ ജീവിതവും എന്നേക്കുമായിട്ട് ബുദ്ധിമുട്ടിലാവുന്നത് നമ്മൾ എത്രയോ കാണുന്നതാണ്. തലക്കൊരു കാര്യമായിട്ട് പരിക്ക് പറ്റിയ ഒരാൾ ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് എത്തൂല. അപ്പോൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റുക. ആ തലച്ചോറിൻ്റെ ഒരു ക്വാളിറ്റി ആ ഒരു പഴയ രൂപത്തിലാക്കുക എന്ന് പറയുന്നത് അത് ഒരു പറ്റാത്ത സംഗതി. എങ്ങനെയാണെങ്കിലും അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ മുതൽ വലിയ ബുദ്ധിമുട്ട്, ചില ആളുകളൊക്കെ സ്ഥിരമായിട്ട് കിടപ്പിലായി പോകും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ശരിയായ രീതിയിൽ, ഏറ്റവും നല്ല ഹെൽമെറ്റ് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ വിയർ ചെയ്ത് പോകണം. ഒരു പ്രാവശ്യം ഒരു സെക്കൻഡിൻ്റെ ഒരു അബദ്ധം മതി നമ്മുടെ ജീവിതകാലം മുഴുവൻ സഫർ ചെയ്യാൻ. ഇപ്പോൾ ന്യൂറോ സർജറിയിലൂടെ നമുക്ക് എത്രമാത്രം ഇവരെ വീണ്ടെടുക്കാൻ പറ്റും? അതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ സർജറിയിൽ ഒരു തലക്ക് പരിക്ക് പറ്റി വരുമ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ പലപ്പോഴും നമുക്ക് സർജറി വേണ്ടി വരാം. ചില ആളുകൾ നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ട് അവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ടും ആ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പല സംഗതികളായിരിക്കും വേണ്ടി വരിക. ഒരു നല്ല ശതമാനം ആളുകളിൽ എമർജൻസി സർജറി വേണ്ടി വരും. അത് ചിലപ്പോൾ തലച്ചോറിൽ ഉണ്ടായിട്ടുള്ള രക്തസ്രാവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ തലച്ചോറ് തന്നെ വീങ്ങി വരുമ്പോൾ നമ്മൾ തലയോട്ടിയുടെ ഒരു ഭാഗം മാറ്റി വെക്കും. സോ ദാറ്റ് ആ ഒരു വീങ്ങി നിൽക്കുന്ന ബ്രെയിനിന് വികസിക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ തലയുടെ ഉള്ളിലെ പ്രഷർ കൂടിയിട്ടാണ് ഇവർ കൂടുതൽ മോശമാവുന്നതും മരണപ്പെടുന്നതും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ അങ്ങനത്തെ സർജറികളും ചെയ്യാറുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ചില ആളുകളിൽ രക്തക്കുഴൽ പൊട്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ രക്തക്കുഴൽ അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർട്ടിനൊക്കെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലത്തെ ചില സംഗതികളും വളരെ വിരളമായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് നട്ടെല്ലിന് ഏൽക്കുന്ന പരിക്കുകൾ. ഏതെല്ലാം രീതിയിലാണ് അത്തരം കേസുകൾ പ്രസൻറ്റ് ചെയ്യുന്നത്?
ഈ നട്ടെല്ലിന് പരിക്ക് പറ്റുമ്പോൾ ഒന്ന് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെറിയൊരു പരിക്ക് പറ്റുമ്പോൾ ഉണ്ടാകുന്നത് വേദനകൾ മാത്രമാണ്. പക്ഷെ നട്ടെല്ലിന് പരിക്ക് പറ്റുന്നതിനെക്കാട്ടിലും നമുക്ക് എപ്പോഴും പ്രശ്നമുള്ളത് നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സ്പൈനൽ കോഡിന് പരിക്ക് പറ്റുമ്പോഴാണ്. അപ്പോൾ സുഷുമ്നാ നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ബ്രെയിനിന് പറഞ്ഞ പോലെ ഒരു ലെവലിലധികം പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വരില്ല. അപ്പോൾ കാലുകളൊക്കെ തളർന്നു പോയി, കൈകാലുകൾ തളർന്നു പോയി, മൂത്രമൊഴിക്കാനും ഒക്കെ ട്യൂബിനെ ആശ്രയിച്ച് ഈ രീതിയിലേക്ക് പലപ്പോഴും പോകേണ്ടി വരാറുണ്ട്. എന്നാൽ ചില ആളുകളിലെങ്കിലും നമ്മൾ അപ്പോൾ നേരത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പരിക്ക് കൂടാതെ നോക്കാനും അതുപോലെ തന്നെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ആ നട്ടെല്ലിൻ്റെ ക്ഷതം പറ്റിയ ഭാഗം നമുക്ക് സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതുപോലെ സ്പൈനൽ കോഡിൻ്റെ ഭാഗത്തേക്കുള്ള ബ്ലീഡിങ്ങിനൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എനിവേ താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ പ്രേക്ഷകർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹെൽമറ്റ് ധരിക്കേണ്ട പ്രാധാന്യം എത്രത്തോളമാണെന്ന്. അതുപോലെ തന്നെ നമ്മളുടെ സ്പൈനൽ കോഡിന് ഏൽക്കുന്ന ഏതൊരു ക്ഷതവും നമ്മളെ ആജീവനാന്തം ഒരു കിടപ്പ് രോഗിയാക്കി മാറ്റാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ഓർത്തോ വിഭാഗത്തെക്കുറിച്ചാണ്. ട്രോമ സിറ്റുവേഷനിൽ പ്രധാന റോളുള്ള മറ്റൊരു വിഭാഗമാണ് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ്. ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാൻ ഡോക്ടർ രാധേഷ് നമ്പ്യാർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം സർ. നമ്മൾ ന്യൂറോയെക്കുറിച്ച് പറഞ്ഞു, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓർത്തോ. ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോൾ എന്താണ്? ഏത് തരത്തിലുള്ള കേസുകളാണ് അവിടെ എത്തുന്നത്? പല കാരണങ്ങൾ കൊണ്ടും ആളുകൾക്ക് ഒരു ട്രോമ ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ എല്ലുകൾക്ക് പരിക്ക് ആൻഡ് നട്ടലിൻ്റെ പരിക്കുകൾ, ഇതാണ് കാര്യമായിട്ട് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ പേഷ്യൻ്റ് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും മാരകമായിട്ടും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷനും വരാം, അതല്ല ലിംബ് ത്രെട്ടനിങ് ആയ സിറ്റുവേഷനും വരാം. നട്ടലിൻ്റെ പരിക്കുകൾ, കഴുത്തിൻ്റെ നട്ടല്, നടുപ്പുറത്തിൻ്റെ നട്ടല്, അതുപോലെ ഇടുപ്പെല്ലിന് പരിക്കുകൾ, തൊടയലിൻ്റെ പരിക്കുകൾ, കാലിൻ്റെ പരിക്കുകൾ, ഇതുപോലത്തെ ഈ എല്ലിൻ്റെ പരിക്കുകളൊക്കെ ജീവന് അപായകമായിട്ടുള്ള സിറ്റുവേഷനും വരാം. അതല്ലെങ്കിൽ കൈകാലുകൾ തളർച്ച, അല്ലെങ്കിൽ കുഴച്ചൽ, അല്ലെങ്കിൽ കാലുകൾ അറ്റുപോകുക, രക്തോട്ടം നിലച്ചിരിക്കുക, ഇതുപോലത്തെ സിറ്റുവേഷനിലും ഓർത്തോ വിഭാഗത്തിൽ പേഷ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ നട്ടെല്ലിന് പരിക്ക് പറ്റിയ ഒരു കേസ് എടുക്കാം നമുക്ക്. ആ ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് വളരെ അശാസ്ത്രീയമായിട്ടായിരിക്കാം ആ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു സിറ്റുവേഷനിൽ ഓർത്തോ വിഭാഗത്തിൽ എന്താണ് ചെയ്യുന്നത് ആദ്യം? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ പല തവണ നമ്മൾ കാണാറുണ്ട്, ഒരു പേഷ്യൻറ്റ് ആക്സിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട റോഡിലോ മറ്റുള്ള സ്ഥലത്ത് വീട്ടിലോ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അവരെ സഹായിക്കാനുള്ള ഒരു ഉത്സാഹം കൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും വാരിക്കോരി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും അവർ വരുന്നത്. ഉദ്ദേശം നല്ലതാണെങ്കിൽ പക്ഷേ അതിൻ്റെ ടെക്നിക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. ഒരു പരിക്ക് സംഭവിച്ച പേഷ്യൻറ്റിനെ ഇനിയും കൂടുതൽ പരിക്ക് സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ട് വേണം അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. പ്രത്യേകിച്ചും നട്ടലിൻ്റെ പരിക്കുകൾ, കാരണം നട്ടലിൻ്റെ ചെറിയ പരിക്കുകളായിരിക്കാം ആ ട്രാൻസ്പോർട്ടേഷനിൽ ആ പരിക്ക് കൂടുതലായിട്ട് മെയിനായിട്ടുള്ള ഞരമ്പുകളെ അത് ബാധിക്കാം. അപ്പോൾ സേഫ് ട്രാൻസ്ഫർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പൊതുജനങ്ങൾക്ക് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും അവർക്ക് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതും ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ തൊടയിൽ പൊട്ടിയാലും ഇടുപ്പല് പൊട്ടിയാലും ഒക്കെ പേഷ്യൻറ്റിനെ ആ പരിക്ക് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയോടുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കാനുള്ള നമ്മൾ മാക്സിമം ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോഴും. ഏത് സാഹചര്യത്തിലാണ് ഇപ്പം ചലനശേഷിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? പ്രത്യേകിച്ചും ഹൈറ്റിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ നട്ടലിന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നട്ടലിൻ്റെ ഉള്ളിലുള്ള മെയിൻ ഞരമ്പുണ്ട് സ്പൈനൽ കോഡ്, ആ ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ടുള്ള ഭാഗം കൊഴിഞ്ഞു പോകാം, പാരാലിസിസ് സംഭവിക്കാം. അത് കഴുത്തിനാവുന്നുണ്ടെങ്കിൽ കൈ കാലുകൾ മൊത്തം കുഴയാം, അല്ലെങ്കിൽ നടുപ്പുറത്താണെങ്കിൽ അല്ലെങ്കിൽ താഴെ ഇടുപ്പിൻ്റെ അവിടെ ആണെങ്കിൽ കാലുകൾ കുഴഞ്ഞു പോകാം. അത് ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ പാരാലിസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവറി ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡറി ഇഞ്ചുറി, പരിക്ക് എന്തോ സംഭവിച്ചു, പക്ഷേ അതിൻ്റെ കാരണം കൊണ്ട് ഇനിയും അതിൽ കൂടുതലാവാതിരിക്കാതിനുള്ള ശ്രദ്ധയാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്ന് സേഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻ്റ് ടു ദ ഹോസ്പിറ്റലിൽ നിന്ന് ഈ പ്രോബ്ലംസ് കണ്ടുപിടിച്ചിട്ട് അത് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം നട്ടലിൻ്റെ പരിക്കുകളാണെങ്കിൽ ചിലത് സർജറി ഇല്ലാണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ചിലത് സർജറി ചെയ്തിട്ട് ആ പൊട്ടിയ എല്ല് ഇളകാതിരിക്കാൻ അകത്ത് നമ്മൾ പ്ലേറ്റ് ആൻഡ് സ്ക്രൂസൊക്കെ വെച്ച് ഫിക്സ് ചെയ്യാനുള്ള ഇത് നട്ടലിന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുപ്പല്ല് അല്ലെങ്കിൽ കാലെല്ല്, കയ്യെല്ലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ എല്ലുകൾ പൊട്ടുമ്പോൾ ഒരുപാട് രക്തം നഷ്ടപ്പെടാം, അത് ജീവനെ ബാധിക്കാം. അതുപോലെ തന്നെ കാലിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം, ഞരമ്പിനും മസിൽസിനൊക്കെ ബാധിക്കാം. അത് കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് അതിൻ്റെ പെർഫെക്റ്റ് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരു കുഴപ്പമില്ലാണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും.
ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പബ്ലിക്കിന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ് സാറിന്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബി സേഫ്. അത് വീട്ടിലായാലും റോഡിലായാലും എവിടെയായാലും നമ്മൾ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സീൻ സേഫ്റ്റി വരുത്തും. നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി കാര്യമായിട്ട് നോക്കണം. ഒരു പേഷ്യൻ്റ് റോഡിൽ കിടക്കുകയാണെങ്കിൽ ഓടിച്ചാടി ഞങ്ങൾ റോഡിലേക്ക് എടുത്ത് ചാടരുത്. നമ്മുടെ സേഫ്റ്റി നോക്കി ആ റോഡ് സേഫ്റ്റാണോ നോക്കി മറ്റ് വാഹനങ്ങളെ നിർത്തിയിട്ട് വേണം നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകും. പിന്നെ നമ്മൾ 2-3 ആളുകളുടെ സഹായം എടുക്കണം. ആ പേഷ്യൻറ്റിനെ കൂടുതൽ ശരീരം ഇളകാതെ എങ്ങനെയെങ്കിലും ശരീരം ഇളകാതെ വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ. ഏറ്റവും കൂടുതൽ ആ പേഷ്യൻറ്റിന് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പ് കൊടുക്കുക. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് ആംബുലൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വാഹനം വന്നിട്ട് പേഷ്യൻറ്റിന് കൂടുതൽ ഇളകാതെ രീതിയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ. എനിവേ താങ്ക് യു സർ. ഇപ്പോൾ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ബി സേഫ് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അടുത്തതായിട്ട് പ്ലാസ്റ്റിക് സർജറിയുടെ റോൾ എന്താണെന്നാണ് അറിയേണ്ടത്. കാണാം. ഒരു ട്രോമ സിറ്റുവേഷനിൽ പ്ലാസ്റ്റിക് സർജറിയുടെ റോൾ എന്ത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് HOD ഡോക്ടർ സെബിൻ വി തോമസ് ആണ്. വെൽക്കം സർ. സർ, നമ്മളിപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. എമർജൻസി പറഞ്ഞു, ന്യൂറോ പറഞ്ഞു, ഓർത്തോ പറഞ്ഞു. ഇനി വരുന്നത് പ്ലാസ്റ്റിക് സർജറിയാണ്. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വലിയൊരു ധാരണയുണ്ട്. അതിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്താണ് അതിൻ്റെ റോള്? പ്ലാസ്റ്റിക് സർജറി ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നത് കോസ്മെറ്റിക് സർജറി എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്നതിനാണ് ആക്സിഡൻറ്റ് പറയുന്നത്. അപ്പം യൂഷ്വലി ആ മുറിവ് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് സോഫ്റ്റ് ടിഷ്യൂ ഏറ്റവും നല്ലതായിട്ട് മാനേജ് ചെയ്യും. സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എല്ലൊഴിച്ചും ലിഗമെൻ്റ് ഒഴിച്ചും ബാക്കി എല്ലാ ശരീരത്തിലുള്ള ഓർഗനെ എല്ലാം മാനേജ് ചെയ്യുന്നത്, സർഫസിലുള്ള ഓർഗനെ മാനേജ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറിയിലെ ഡോക്ടർമാരാണ്. അവർക്കാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ സ്കിന്നിൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിട്ട് റിപ്പയർ ചെയ്യുന്നത്, മസിലാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നത്, ടെൻഡൻ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, നെർവ് അതായത് നാഡീവ്യൂഹത്തിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് സ്പർശനമൊക്കെ വരുന്ന അത് ചെയ്യുന്നതും ഡോക്ടർമാർ, രക്തക്കൊഴലും, ഇവരെല്ലാം സങ്കീർണമായ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് സർജൻസാണ്. അവരാണ് ഈ സോഫ്റ്റ് ടിഷ്യൂ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് മാനേജ് ചെയ്യുന്ന ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ. അപ്പം നാച്ചുറലി ട്രോമയിൽ പ്ലാസ്റ്റിക് സർജന് വലിയൊരു റോള് ഉണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് ഒരു കേസ് വരികയാണെങ്കിൽ ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലൂടെ കടന്നു പോകുമല്ലോ. പിന്നീട് അത് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മുഖത്ത് ഏൽക്കുന്ന പരിക്കുകളാകാം, കൈകാലുകൾക്ക് ഏൽക്കുന്ന പരിക്കുകൾ, ഇതിനെങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുക? ആദ്യമായിട്ട് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരിക. അവരത് ട്രയാജ് ചെയ്യും. അടുത്തത് സെക്കൻഡറി സർവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മിക്സി, സ്ത്രീകൾ രാവിലെ ചെയ്യുമ്പോൾ മിക്സികൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ഒരു ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് മിക്സീൻ്റെ അടപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിരൽ നഖത്തിൻ്റെ ഒരു മുറിവുണ്ടാവും, നഖത്തിൻ്റെ അവിടെ ചെറിയ മുറിവുണ്ടാവും. അതിന് പ്ലാസ്റ്റിക് സർജറി ആവശ്യമുണ്ട്. കേൾക്കുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നും, പക്ഷേ എന്തിനാണ് അത്രയും ചെറുത്? കാര്യം ആ നഖം എന്ന് പറഞ്ഞ സാധനം റിപ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും ചെറിയ നൂല് വെച്ച് റിപ്പയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾക്കത് പൂർണ്ണസ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക് സർജൻസ് എല്ലാം സാധാരണ സർജൻസ് ഉപയോഗിക്കുന്നതിനേക്കാളും നേരിയ നൂലുകൾ കൊണ്ടാണ് റിപ്പയർ ചെയ്യുന്നത്. അതിൽ തുടങ്ങി ഇപ്പോൾ ആംപുട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ മേജർ ആംപുട്ടേഷൻ, കൈകാലുകളൊക്കെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വരെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നമ്മളാണ്. ആദ്യം ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഐസും കുറച്ച് വെള്ളം എടുക്കുക. ഇപ്പോൾ മുറിഞ്ഞു പോയ ഭാഗം വേറൊരു പ്ലാസ്റ്റിക് കൂടിലാക്കി അത് ചുറ്റി കെട്ടിയിട്ട് ഈ ഐസ് വെള്ളം ഐസും ഡയറക്റ്റായിട്ട് ഈ ഓർഗനിൽ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല, തണുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പല ഭാഗങ്ങളും നമുക്ക് തിരിച്ച് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു സ്പെക്ട്രം ഓഫ് ഇത്. ഫസ്റ്റ് എമർജൻസിയിൽ അവർ മാനേജ് ചെയ്യും, അതിനുശേഷം ഞങ്ങളുടെ രീതിയിലാണ് ചെയ്യും. മുഖത്തൊരു മുറിവ് വന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മുറിവ് വന്നത് സാധാരണ ബോഡി തന്നെ അതിനെ ഹീൽ ചെയ്യും അല്ലേ? പിന്നെ എന്തിനാണ് ഒരു പ്ലാസ്റ്റിക് സർജറി? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രകൃതി മനുഷ്യനെ ഈ ഉള്ളിലത്തെ എല്ലാ അവയവങ്ങളും കവർ ചെയ്തിട്ടാണ് വിട്ടേക്കുന്നത്, മനസ്സിലായില്ല? അപ്പോൾ സ്കിന്ന് ഏറ്റവും ഇപ്പോൾ ചലനവള്ളിയാണെങ്കിൽ ചലനവള്ളി മുറിവുണ്ടെങ്കിൽ ചലനവള്ളി കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു സോഫ്റ്റ് ടിഷ്യൂ കവർ വേണം. മസിലിനും അത് തന്നെ, ഞരമ്പുകൾക്കും അത് തന്നെ, രക്തക്കൊഴലുകൾക്ക്, ഇതെല്ലാം പ്രകൃതി അല്ലെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആൾ കവർ ചെയ്തിട്ടാണ് വിട്ടേക്കുന്നത്. അപ്പോൾ അത് കവർ പോയി കഴിഞ്ഞാൽ
അതിൻ്റെ പ്രവർത്തനത്തിൽ ബാധിക്കും. അത് സ്കാർ, അതായത് കലകൾ കൊണ്ട് അതിൻ്റെ പ്രവർത്തനം കുറയാം, ഇൻഫെക്ഷൻ വരാം. ഇപ്പോൾ ജോയിൻറ്റുകളാണെങ്കിൽ ജോയിൻറ്റിനകത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ജോയിൻറ്റുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ചില സമയത്ത് എല്ലുകൾ തുറന്നിരുന്നു കഴിഞ്ഞാൽ എല്ലിന് കവറാണ്. ഇപ്പം ഞരമ്പുകളുടെ അവസ്ഥയാണെങ്കിൽ ഞരമ്പുകൾ ഒരു 72 മണിക്കൂർ, ഞരമ്പ് എന്ന് പറഞ്ഞാൽ നാഡീവ്യൂഹം ഒരു 72 hours തുറന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. സപ്പോസ് നമ്മുടെ കൈകളിൽ ഇവിടെ ഒരു മുറിവുണ്ടായി ആ ഞരമ്പ് റിപ്പയർ ചെയ്തില്ലെങ്കിൽ, അത് അടുപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു കാലത്തും അത് റിക്കവർ ചെയ്യത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു കേബിൾ വരുന്ന പോലെയാണ് ഏഷ്യാനെറ്റ്, അല്ലെങ്കിൽ ഒരു കേബിള് നമ്മൾ ഓരോ വീട്ടിലേക്കും ഓരോരോ കേബിളിന് വയറുണ്ട്. ആ വയറുകൾ കറക്റ്റായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് അടുപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കറണ്ട് വരില്ല, തൊട്ടടുത്ത വീട്ടിലേക്ക് മാത്രമേ കറണ്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു കറക്റ്റ് അപ്രോക്സിമേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് മൈക്രോ സർജറി എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗമാണ്. ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ റിക്കവറി ഭയങ്കര പാടാണ്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല രീതിയിൽ അത് ചെയ്യാം. ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയാം. അതായത് ശരീരത്തിൻ്റെ തൊടയുടെ ഭാഗത്തുനിന്ന് ഒരു തൊലീൻ്റെ ഒരു പാളി മാത്രം എടുത്തിട്ട് കവർ ചെയ്യാം. അത് മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി മാത്രമാണ്. എല്ലായിടത്തും അത് പ്രാവർത്തികമല്ല. ജോയിൻറ്റുകൾ തുറന്നിരുന്നാലോ ലിഗമെൻറ്റുകൾ തുറന്നിരുന്നാലോ ചലനവള്ളികൾ തുറന്നിരുന്നാലോ ഇതിനൊന്നും തൊലി വയ്ക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ഫ്ലാപ്പ് സർജറി എന്ന് പറയും. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ട് ശരീരത്തിൽ ഒരു മാംസം അതിൻ്റെ രക്തക്കുഴലിൽ കൂട്ടി എടുക്കുക. അതിന് പല രീതിയിൽ അത് ചെയ്യാം. അടുത്ത് തന്നെ ദശയുണ്ടെങ്കിൽ നമ്മൾ അതിന് ലോക്കലായിട്ട് ഫ്ലാപ്പ് ചെയ്യാം. ഇനി അതല്ല, നമ്മൾ ആ ഭാഗത്തൊന്നും മസിലുകളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൻ്റെ വേറെ ഭാഗത്തുനിന്ന് ഒരു മസിൽ, അതിൻ്റെ രക്തക്കുഴൽ, അശുദ്ധ രക്തക്കുഴൽ, അതിൻ്റെ ഞരമ്പ്, ഇവരെല്ലാം എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് ആ ഭാഗത്ത് വേറെ രക്തക്കുഴലും ഒരു ഞരമ്പും ഒരു അശുദ്ധ രക്തക്കുഴലും കണ്ടുപിടിച്ചിട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കും. അതായത് ഒരു മസിലിനെ അതിൻ്റെ എല്ലാ കണക്ഷനിൽ നിന്ന് വിടിപ്പിച്ചിട്ട് വേറെടുത്ത് കൊണ്ടുവയ്ക്കും. അതേ ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ അവയവങ്ങൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൈകാലുകൾ മുറിഞ്ഞു പോയാൽ നമ്മൾ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ആവശ്യകത. എനിവേ, താങ്ക് യു സർ. താങ്ക് യു, വെൽക്കം. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച്, ന്യൂറോ സർജറിയെക്കുറിച്ച്, ഓർത്തോ വിഭാഗത്തെക്കുറിച്ച്, എമർജൻസി മെഡിസിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഈ ട്രോമ ഡേയിൽ കേട്ടു. ഏറ്റവും പ്രധാനം അപകടം വരാതെ സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.